ഹലോ, ഇന്ന് ഞാനൊരു ബ്ലോഗാണ് വായിക്കുന്നത്. ഇത് ഞാൻ മുമ്പേ എഴുതിയിട്ടുള്ള ബ്ലോഗാണ്. എൻ്റെ അച്ഛൻ്റെ മരണ സമയത്ത് എനിക്കുണ്ടായ ചില അനുഭവങ്ങളെ മുൻനിർത്തി ഞാൻ എഴുതിയിട്ടുള്ള ബ്ലോഗാണ്. സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒറ്റത്തുരുത്തുകൾ എന്നാണ് ഞാൻ ഈ ബ്ലോഗിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലോഗ് വായിക്കാം. 2010 പനിക്കാലത്ത് മനോരമ ന്യൂസിൻ്റെ കോഴിക്കോട് ബ്യൂറോയിലിരുന്ന് വാർത്ത തയ്യാറാക്കുകയാണ് ഞാൻ. ഇതൊന്ന് കൊടുത്തിട്ട് വേണം പനിക്കോളുള്ള എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ. ഇടയ്ക്കിടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒന്നും ആലോചിക്കാതെ കട്ട് ചെയ്യുന്നുമുണ്ട്. കല്യാണ നിശ്ചയം കഴിഞ്ഞ് 2 ദിവസമായിട്ടേ ഉള്ളൂ തിരിച്ചു വന്നിട്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് വീട്ടിൽ നിന്നുള്ള വിളികളാണ്. അന്നും രാവിലെ വിളിച്ചതാണ്. ഇപ്പോൾ 2 മണിക്കൂർ പോലും ആയില്ലല്ലോ. വാർത്ത കൊടുത്തിട്ട് തിരിച്ചു വിളിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തു. തിരക്കൊന്നടങ്ങിയപ്പോൾ തിരിച്ചു വിളിച്ചു. മോളെ, ചിറ്റയുടെ ശബ്ദം. അച്ഛന് സുഖമില്ലാതായി. രാവിലെ മുരിങ്ങയില പറിക്കാൻ പോയതാ. കാണാഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ മുരിങ്ങച്ചോട്ടിൽ കിടക്കണു. അപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നൊന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആശുപത്രിയിലുണ്ടായിരുന്ന അങ്കിളിനെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിച്ചതോടെ ആശങ്ക മാറി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് മൂക്കിൻ്റെ ഇടിക്കണം, ഞാൻ ഉറപ്പിച്ചു. ബസ് ചുരം കയറുമ്പോൾ കൂട്ടുകാരൻ ഇച്ചു വിളിക്കുന്നു. ഞാനേ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നീ ലിയോ ആശുപത്രിയിലേക്ക് വാ. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണെടുത്ത് ഞാനൊരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അവനൊന്നും മിണ്ടുന്നില്ല. ഹലോ ഹലോ, റേഞ്ച് പോയെന്ന് വിചാരിച്ച് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എവിടെ നിന്നോ പോലെ അവൻ്റെ മറുപടി ഞാൻ കേട്ടു. നീ ആശുപത്രിയിലേക്ക് വരണ്ട, വീട്ടിലേക്ക് പൊക്കോ. ഞാൻ മൊത്തം തമാശ മൂടിലായി. എന്നോട് വരണ്ടെന്നോ? പിന്നെങ്ങനെ അച്ഛനെ കാണും? മനുഷ്യനെ പേടിപ്പിച്ചതിന് മൂക്കിനിടിക്കും. അച്ഛൻ പോയടാ എന്നവൻ പറഞ്ഞ നിമിഷം എനിക്ക് ചുറ്റും ലോകം അനങ്ങാതായി. ഞാൻ നിർവികാരിയായി. ഫോണെടുത്ത് സുനിലിനെ വിളിച്ച് ഒന്നും മിണ്ടാതിരുന്നു. മനസ്സിൽ നിറയെ അച്ഛനാണ്. ആന കളിപ്പിക്കുന്ന അച്ഛൻ, എനിക്കൊപ്പം സ്വർണ്ണമുടിയുള്ള എൻ്റെ പാവക്കുട്ടിയെ മാമൂട്ടണം എന്ന വാശിക്ക് കൂട്ടുനിൽക്കുന്ന അച്ഛൻ, പെറ്റിക്കോട്ടുകാരിയെ മടിയിലിരുത്തി കാബൂളിവാലയുടെ, തെനാലിരാമൻ്റെ, ആലൻ ചെക്കോവിൻ്റെ കഥ പറഞ്ഞു തരുന്ന അച്ഛൻ, എനിക്ക് സ്കൂളിൽ പോകണ്ട, കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കരയുന്ന 1ാം ക്ലാസ്സുകാരിയോട് മോള് ഇന്നുകൂടി മാത്രം പോയാൽ മതി, നാളെ മുതൽ പോകണ്ട എന്ന് പറയുന്ന അച്ഛൻ 4ാം ക്ലാസ് വരെ എന്നെ പറഞ്ഞു പറ്റിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പറ്റിക്കൽ പരിപാടിയാണെന്ന്. വെന്ത വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുന്ന അച്ഛൻ, പനി വരുമ്പോൾ രാത്രിയിലും ഉറങ്ങാതിരുന്ന് മരുന്ന് തരികയും നെറ്റിയിൽ തുണി നനച്ചിടുകയും ചെയ്യുന്ന അച്ഛൻ, ഓണത്തിനും വിഷുവിനും പായസം ഉണ്ടാക്കാനായി തേങ്ങാപ്പാൽ പിഴിയുന്ന അച്ഛൻ, നിറയെ തേങ്ങ കൊത്തിട്ട കടൽ തോരൻ ഉണ്ടാക്കി തരുന്ന അച്ഛൻ, ഞായറാഴ്ചകളിൽ കിടന്നുറങ്ങുന്ന അച്ഛൻ്റെ മുഖത്ത് കൺമഷിക്കോളങ്ങൾ വരച്ചിരുന്ന ഞാനും നിത്യയും. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠത്തിൽ ബാങ്കിൽ സെല്ലർ എന്ന കഥ പഠിപ്പിച്ചപ്പോൾ കാരനെ എന്നെ ഇത് കഥയിലട കുട്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച അച്ഛൻ, ഞാൻ വഴിയരികിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പട്ടിക്കുഞ്ഞെ ഇറക്കി വിടുകയും എനിക്ക് കരഞ്ഞ് പനി വരികയും ചെയ്തപ്പോൾ സോറി പറഞ്ഞ അച്ഛൻ, സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്ന, ലളിതാ സഹസ്രനാമം ചൊല്ലിത്തരുന്ന, ഓഫീസിൽ നിന്ന് വരുമ്പോൾ പഴംപൊരി വാങ്ങി വന്നിരുന്ന അച്ഛൻ, അമ്മയുടെ പീരീഡ്സ് ദിവസങ്ങളിൽ വയറ്റിൽ ചൂട് പിടിച്ചു കൊടുക്കുന്ന അച്ഛൻ, എനിക്ക് കിട്ടുന്ന റാങ്കുകളിലും സമ്മാനങ്ങളിലും അഭിമാനിച്ചിരുന്ന അച്ഛൻ, കിട്ടാത്ത സമ്മാനങ്ങളാണ് ജീവിതത്തെ പരുവപ്പെടുത്തുന്നത് എന്ന് പറയുന്ന അച്ഛൻ, ഓണക്കാലത്ത് പൂക്കളം ഇടണമെന്നും പൂ പറിക്കാൻ പോകണമെന്നും അത് കഴിഞ്ഞുള്ള മാർക്ക് മതി പരീക്ഷകൾക്കെന്നും പറഞ്ഞ അച്ഛൻ, പ്രീ ഡിഗ്രിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയ അന്ന് ഇനി മുതൽ മോള് ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞ, ആഴ്ചയവസാനങ്ങളിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുമ്പോൾ എൻ്റെ ബാഗ് കണ്ട് നീ ഇവിടെ പുളിയും നനയുമൊന്നും ഇല്ല എന്ന് കളിയാക്കിയിരുന്ന അച്ഛൻ, ആദ്യമായി കല്യാണാലോചന വന്ന ദിവസം നീ ഇത്ര വലിയ പെണ്ണായോ എന്ന് ചോദിച്ച അച്ഛൻ, ആശാൻ്റെ 4 വരി കവിത ചൊല്ലാനറിയാതെ എന്തു മലയാളി എന്ന് ചോദിച്ചിരുന്ന അച്ഛൻ, എൻ്റെ പ്രേമം വീട്ടിൽ പറഞ്ഞപ്പോൾ നിനക്ക് ആ വികാരമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച അച്ഛൻ, ആദ്യമായി തെങ്ങിൻ കല്ല് കുടിച്ച് ബോധം പോയ ഒരു പകലിൽ ആവുന്ന പണി ചെയ്താൽ പോരെ എന്ന് ചോദിച്ച അച്ഛൻ, സാമ്പത്തികമായി തകർന്നൊരു കാലത്ത് എൻ്റെ വിദ്യാഭ്യാസ വായ്പയുടെ തുക ചോദിക്കാനായി തളർന്ന മുഖത്തോടെ ഹോസ്റ്റലിലേക്ക് വന്ന അച്ഛൻ, എൻ്റെ മുട്ടൻ വഴക്കുകളിൽ പിണക്കങ്ങളിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന അച്ഛൻ, അച്ഛൻ്റെ കമ്പനികളോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ കാണിച്ചിരുന്ന നിസ്സംഗത, അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മിണ്ടാതിരിക്കലുകൾ, പറമ്പിൽ പണിക്കാരോടൊപ്പം പണിയെടുത്തും അവരോടൊപ്പം പൊട്ടിച്ചിരിക്കുന്ന അച്ഛൻ, കൃഷിയിറക്കിയ പാടം മുഴുവൻ വരണ്ടുണങ്ങിപ്പോയപ്പോൾ എത്ര പേരുടെ എത്ര നേരത്തെ അധ്വാനമാണ് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് എന്നോർത്ത് സങ്കടപ്പെടുന്ന, ചോദിക്കുന്നവർക്കെല്ലാം ശമ്പള സർട്ടിഫിക്കറ്റ് ജാമ്യം കൊടുക്കുന്ന, കൂട്ടുകാരൻ്റെ മകൻ്റെ വീട്ടുകാരറിയാത്ത പ്രണയ കല്യാണത്തിന് സമ്മാനമായി എൻ്റെ അമ്മയുടെ കരിമണിമാല എടുത്തുകൊണ്ട് പോയ അച്ഛൻ, അതിന് വീട്ടിലുണ്ടായ പുകിലുകൾ. മമ്മി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാതുകൂട്ടിയപ്പോൾ എന്നേക്കാൾ മുന്നേ കറിഞ്ഞത് അച്ഛനാണെന്ന്. ഞാനിത് പറഞ്ഞ് എത്ര കളിയാക്കിയിരിക്കുന്നുണ്ടോ. എനിക്ക് കല്യാണമായപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൾക്ക് ഒരു ഭർത്താവിനെ വേണമെന്ന് അച്ഛൻ ആഗ്രഹമില്ല, ഒരു കൂട്ട് വേണമെന്നേ ആഗ്രഹമുള്ളൂ. എന്ന് വെച്ച് ഒന്നും മാറുന്നില്ല. ഈ വീടും ഞങ്ങളും എന്നും നിൻ്റെയാണ്. നിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും സമ്മതിക്കരുത്. എന്തൊരു വാക്കുകളായിരുന്നു അത്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് അടുത്തിരുന്ന ചേച്ചി എൻ്റെ കൈയെടുത്ത് തിരുപ്പിടിച്ചു, എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ സങ്കടം അവരുടെ ചുമലുകൾ ഏറ്റുവാങ്ങി. അവരൊന്നും മിണ്ടാതെ എൻ്റെ കണ്ണുകൾ തുടച്ചു തന്നുകൊണ്ടേയിരുന്നു. മീനങ്ങാടിയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ അവരും കൂടെ ഇറങ്ങി. വീട്ടിൽ നിന്ന് എന്നെ കൂട്ടാൻ എത്തിയവരെ കണ്ട് ഞാൻ പൊട്ടിപ്പിളർന്നു. ഇതിനിടയിൽ അവരെപ്പറ്റി ഞാൻ ഓർത്തതേയില്ല. അന്ന് ഓർത്തില്ലെങ്കിലും കാപ്പി കളർ സാരി ഉടുത്ത, കണ്ണട വെച്ച, മൂക്കിൻ്റെ തുമ്പത്ത് ചുവന്ന കുരു ഉണ്ടായിരുന്ന,
അതിനു മുമ്പ് ഒരിക്കലും കാണാത്ത ചേച്ചി, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അന്നത്തെ കാരുണ്യവും കരുതലും മറക്കില്ല, ഒരിക്കലും ഒരിക്കലും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പകരമായി നൽകാൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തു നൽകിയാലും പകരമാവില്ല. അച്ഛൻ എനിക്ക് നിറഞ്ഞ തണൽ തന്നിരുന്ന ഒറ്റമരമായിരുന്നു. അതുപോലെയാ ചേച്ചി. ഒരിക്കൽ പോലും അതിനു മുൻപ് കാണാത്ത, ഇനി എന്തെങ്കിലും കാണുമോ എന്നറിയാത്ത കാരുണ്യക്കടൽ. ചിന്ന ചിന്ന അൻപിൽ താനേ ജീവൻ ഇന്നും വെറുക്ക്. താങ്ക് യു.